ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ആരാണ് ഗ്ലോയിങ് സ്കിൻ ആഗ്രഹിക്കാത്തത് അല്ലേ? അപ്പോൾ ഗ്ലോയിങ് സ്കിന്ന് കിട്ടാനും അതുപോലെ തന്നെ നല്ല സൗന്ദര്യം ഉണ്ടാകാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി പായ്ക്കാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഓയിലി സ്കിന്നുകാർക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പായ്ക്കാണ്. കാരണം ഇതിൽ ക്യാരറ്റ് ജ്യൂസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ക്യാരറ്റ് ജ്യൂസും അതിലേക്ക് 1 സ്പൂൺ പൊട്ടാറ്റോ അരച്ചതാണ് എടുക്കുന്നത്. പൊട്ടാറ്റോ ഞാൻ വേവിച്ചതിന് ശേഷമാണ് അരച്ചത്. പച്ചയ്ക്ക് പൊട്ടാറ്റോ അരച്ചാണെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/2 സ്പൂൺ അരിപ്പൊടിയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ആണ് നമ്മുടെ പായ്ക്ക്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫുൾ ഫേസിലും നെക്കിലുമായിട്ട് നല്ല കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് എന്ന് പറയുന്നത്, ക്യാരറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്, വൈറ്റമിൻ എ റിച്ച് ആണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ എക്സസ് ഓയിൽ പ്രൊഡക്ഷൻ ഫ്ലഷ് ഔട്ട് ആക്കാനായിട്ടും അതുപോലെ നമ്മുടെ സ്കിന്നിനെ റിജുവിനേറ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. സ്കിൻ നല്ല ഫ്രഷായിട്ടും ടോക്സിൻ ഫ്രീ ആയിട്ടിരിക്കാനായിട്ടൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ഓയിലി സ്കിന്നുകാർക്ക് അപ്പം പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ എക്സസ് ഓയിൽ ഇത് റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പിമ്പിൾസ് വരുന്നത് വളരെ കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സ്കിൻ ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാനും സ്കിൻ കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ എന്തെങ്കിലും ബാക്ടീരിയ സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ബാക്ടീരിയസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിനെയൊക്കെ എതിരായിട്ട് പ്രവർത്തിക്കും നമ്മുടെ ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ ക്യാരറ്റിനകത്തുള്ള കണ്ടൻസൊക്കെ. അപ്പോൾ ക്യാരറ്റ് സൗന്ദര്യം കൂട്ടാനായിട്ടൊരു അടിപൊളി ടിപ്പാണ്, എസ്പെഷ്യലി സ്കിന്നിന്. ആൻഡ് പൊട്ടാറ്റോ നമുക്കറിയാം, പൊട്ടാറ്റോ റൈസ് പൗഡറും നമുക്ക് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും ഒരു നല്ല ബ്ലീച്ചിങ് പ്രോപ്പർട്ടിയുള്ള ഐറ്റമാണ് ഇത് രണ്ടും. അപ്പം ഇത് അടിപൊളിയാണ് നമ്മുടെ സ്കിന്നിന്. അപ്പോൾ 20 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് ഈ പാക്ക് ഇതുപോലെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്കിത് വാഷ് ഓഫ് ചെയ്യാം. ഞാൻ പച്ചവെള്ളത്തിലാണ് വാഷ് ചെയ്യുന്നത്. വാഷ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുകയോ ചെയ്യാം. അപ്പോൾ ഭയങ്കര ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് നനച്ച് കൊടുത്തിട്ട് പതുക്കെ ഒന്ന്. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും എൻ്റെ നെക്കിൽ നല്ല ബ്രൈറ്റ്നെസ് വന്നിട്ടുണ്ട്. നെക്ക് അത്യാവശ്യം ഒരു ടാൻ ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു പായ്ക്ക് ഇട്ടതിന് ശേഷം നമുക്കത് കാണാൻ പറ്റും. നന്നായിട്ടൊരു ബ്രൈറ്റ് ആയിട്ടുണ്ട് നെക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അതിനുശേഷം കമൻറ്റ് അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു.